പെർസെൻറ്റേജ് അല്ലെങ്കിൽ ശതമാനം, അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. LD ക്ലർക്ക് പരീക്ഷ, അതുപോലെ എല്ലാ PSC എക്സാംസ്, പിന്നെ ബാങ്ക് എക്സാംസ്, ഇതിലെല്ലാത്തിലും തന്നെ സ്ഥിരം പെർസെൻറ്റേജിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതുകൊണ്ട് മാത്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളിൽ ഒന്നാണ് പെർസെൻറ്റേജ്. അതിനകത്ത് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. പെർസെൻറ്റേജ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ 100-മായിട്ട് കമ്പയർ ചെയ്യുന്നതിനെയാണ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പം 20% എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതും? 20/100. ഓക്കെ. 29% എന്ന് പറഞ്ഞാലോ 29/100. എത്ര ശതമാനം ആയിക്കോട്ടെ, ആ സംഖ്യയെ 100 കൊണ്ട് ഹരിക്കുന്നതാണ് അതിൻ്റെ ഉത്തരം. X% ജനറൽ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ X% ഈസ് ഈക്വൽ ടു X/100. ഓക്കെ. ഇനി പെർസെൻറ്റേജിലെ ചോദ്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്, പെർസെൻറ്റേജിൽ നിന്ന് വരുന്ന കണക്കുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പെർസെൻറ്റേജുകളുണ്ട്. 10%, 10%, അതുപോലെ 1%, 1%, 5%, 5%, 50%, അതുപോലെ തന്നെ 25%. 10%, 1%, 5%, 50%, 25%. ഇതൊക്കെ നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാമെങ്കിൽ ഏത് പെർസെൻറ്റേജ് നമുക്ക് മനക്കണക്കായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ. ആദ്യം 10% എങ്ങനെ കണ്ടുപിടിക്കണമെന്ന് നോക്കാം. 10% എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 10/100. 10/100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 1/10. അപ്പൊ ഏത് സംഖ്യയുടെയും 10% എന്ന് പറഞ്ഞാൽ അതിനെ 10 കൊണ്ട് ഹരിക്കുന്നതാണ്. 10 കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞാൽ 0 ഉണ്ടെങ്കിൽ ആ 0 കട്ട് ചെയ്ത് കളയുക, ഒരു 0 കട്ട് ചെയ്ത് കളയുക, അല്ലെങ്കിൽ ഒരു സ്ഥാനം ഇടത്തോട്ട് നീക്കുക. നമുക്ക് നോക്കാം. 90-ന്റെ 10%. 90-ന്റെ 10% എത്രയാ? എന്ത് ചെയ്യണം? ഒരു 0 ഉണ്ട്, ആ 0 കളഞ്ഞാൽ മതി. 9 ആയിരിക്കും 90-ന്റെ 10%. 1200. 1200-ന്റെ 10% എന്തായിരിക്കും? 10 കൊണ്ട് ഹരിക്കുക, ഒരു 0 കളയുക, അപ്പൊ എത്രയായിരിക്കും? 120 ആയിരിക്കും 1200-ന്റെ 10%. ഇനി 28-ന്റെ 10%. 28-ന്റെ 10% കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം? ഇവിടെ 0 ഇല്ല, അപ്പോൾ ഒരു സ്ഥാനം ഇടത്തേക്ക് നീക്കി ദശാംശം ഇടുക. ഡെസിമൽ പ്ലേസ് ഒരു സ്ഥാനം ഇടത്തേക്ക് മാറ്റുക. 28-ന്റെ ഒരു സ്ഥാനം ഇടത്തേക്ക് മാറ്റുമ്പോൾ എത്ര കിട്ടും നമുക്ക്? 2.8. അപ്പോൾ 10% കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. 0 ഉണ്ടെങ്കിൽ 0 കട്ട് ചെയ്യുക, 0 ഇല്ലെങ്കിൽ ഒരു ഡെസിമൽ പ്ലേസ് ഇടത്തേക്ക് നിൽക്കുക. ഏതൊരു സംഖ്യയുടെ 10% കണ്ടുപിടിക്കും. ഇനി 0.5-ന്റെ 10% എത്രയായിരിക്കും? ഇവിടെ ഓൾറെഡി ഒരു പോയിന്റ് ഉണ്ട്, ഒരു സ്ഥാനം കൊണ്ട് ഇടത്തേക്ക് നീക്കണം, അപ്പൊ എത്രയായിരിക്കും? 0.05. 0.5-ന്റെ 10% 0.05. 10% കണ്ടുപിടിക്കണം എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കി. ഇനി 1%. എങ്ങനെയായിരിക്കും 1% കണ്ടുപിടിക്കുക? 1%.
80യുടെ 1%. എങ്ങനെ കണ്ടുപിടിക്കും? 1% എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 1/100. അപ്പൊ ആ സംഖ്യയെ 100 കൊണ്ട് ഹരിക്കുന്നതാണ് എന്തെന്ന് പറയണത്? 1% എന്ന് പറയണത്. 100 കൊണ്ട് ഹരിക്കുക, 2 പൂജ്യം ഉണ്ടെങ്കിൽ 2 പൂജ്യം കട്ട് ചെയ്യുക, അല്ല എങ്കിൽ 2 ദശാംശ സ്ഥാനം ഇടത്തേക്ക് മൂവ് ചെയ്യുക. അപ്പൊ 80ന്റെ 10% എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 0.8. 2 സ്ഥാനം ഇടത്തേക്ക് നീക്കുക. 80ന്റെ 10% എന്ന് പറഞ്ഞാൽ 8, 1% എന്ന് പറഞ്ഞാൽ 2 സ്ഥാനം ഇടത്തേക്ക് നീക്കുക, 0.8. ഇനി 99ന്റെ 1% എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 9.9 ആണ് 10%. അപ്പൊ 1% എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 0.99. 2 സ്ഥാനം ഇടത്തേക്ക് നീക്കുക. ഇനി 2250. 2250ന്റെ 1% കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യുക? 2 ദശാംശം ഇടത്തേക്ക് നീക്കുക. 22.5 ആയിരിക്കും. 22.5. 0.4ന്റെ 1% എത്രയായിരിക്കും? 2 സ്ഥാനം ഇടത്തേക്ക് നീക്കണം. അപ്പം 0.004. ഇതായിരിക്കും 1%. മനസ്സിലായല്ലോ 1% കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഇനി 5%. 64ന്റെ 5% എങ്ങനെ കണ്ടുപിടിക്കും? 10% എടുക്കുക, അതിന്റെ പകുതി ആയിരിക്കും 5% എന്ന് പറഞ്ഞാല്. 64ന്റെ 10% എത്രയാണ്? 6.4. അതിന്റെ പകുതി എത്രയാണ്? 3.2. അല്ലെങ്കിൽ ആ സംഖ്യയുടെ പകുതി കണ്ടിട്ട് ഒരു ദശാംശ സ്ഥാനം ഇടുക. അതാണ് എന്തെന്ന് പറയുന്നത്? 5% എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 97. 97ന്റെ 5% എത്രയായിരിക്കും? അതിന്റെ പകുതി കണ്ടുപിടിക്കുക. 97ന്റെ പകുതി കണ്ടുപിടിക്കുക, ഒരു ദശാംശ സ്ഥാനം നീക്കിയിടുക. 96 ആണെങ്കിൽ 48. 48.5 ആയിരിക്കും ഇതിന്റെ പകുതി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. 48.5ന്റെ ഒരു ദശാംശ സ്ഥാനം ഇപ്പുറത്തേക്ക് 48.5 പകുതിയാണ്. ഒന്ന് ഇങ്ങോട്ടേക്ക് മാറ്റിയിടുക. അപ്പോൾ 4.85. 4.85 ആയിരിക്കും എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 97ന്റെ 5% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ. 1400. 1400ന്റെ 5% എത്രയായിരിക്കും? 1400ന്റെ 10% എത്ര? 140. 140ന്റെ പകുതി എടുക്കുക, 70. അതാണ് 5% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ. 0.8. 0.8ന്റെ 5% എത്രയായിരിക്കും? 0.8ന്റെ 10% എത്രയാണ്? 0.08. അപ്പോ അതിന്റെ പകുതി ആയിരിക്കും എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5% എന്ന് പറഞ്ഞാൽ 0.04. 0.04. 0.8ന്റെ 10% 0.08. 0.08ന്റെ പകുതി 0.04 ആയിരിക്കും 5% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ. ഇനി 50%, 25%. എന്താണ് 50% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നമുക്കറിയാം 100ന്റെ പകുതിയാണ് 100%. അതിന്റെ ആകെയുള്ളതിന്റെ പകുതിയാണ് എന്തെന്ന് പറയണത്? 50% എന്ന് പറയാം. അപ്പൊ 50% കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ആ സംഖ്യയുടെ പകുതി കണ്ടുപിടിച്ചാൽ മതി. 36. 36ന്റെ 50% എത്ര? പകുതി 18. 50/100. 50% എന്ന് പറഞ്ഞാൽ 50/100, that is 1/2. അപ്പൊ 2 കൊണ്ട് ഹരിക്കുന്നതാണ്. 36ന്റെ പകുതി എടുക്കുക. 50% of 150. 150ന്റെ 50%. 150ന്റെ പകുതി എത്രയെന്ന് നോക്കുക, 75. 50% of 3000. 3000ന്റെ പകുതി എത്രയെന്ന് നോക്കുക, 3000ന്റെ പകുതി 1500. അതാണ് 50%. ഓക്കെ. 50% of 1.
എത്രയായിരിക്കും? 1ന്റെ പകുതി, ഹാഫ് അല്ലെങ്കിൽ 0.5. 0.5 ആണ് എന്തെന്ന് പറയുക? 1ന്റെ 50%. 50% കാണുന്നതിന് നമ്മൾ നേരെ പകുതി കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, ഇനി അടുത്തത് 25%. 25%. 25% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 25/100 എന്നാണ്. 25/100 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 25/100 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടുക? 1/4. അപ്പൊ ആ സംഖ്യേനെ 4 കൊണ്ട് ഹരിക്കുന്നതിനെയാണ് 25% എന്ന് പറയുന്നത്. ആ സംഖ്യയുടെ പകുതി കണ്ടിട്ട് വീണ്ടും പ്രാവശ്യം കൂടി പകുതി കാണുക. 25% ഓഫ് 360. 360ന്റെ 25%. ഇതിന്റെ പകുതി എടുക്കുക. 160ന്റെ പകുതി 180. ആ 180ന്റെ പകുതി എടുക്കുക. 180ന്റെ പകുതി. 180ന്റെ പകുതി എത്രയാ? 90. അപ്പം ഇതിന്റെ 25% എത്രയായിരിക്കും? 90 ആയിരിക്കും. അല്ലെങ്കിൽ 360നെ 4 കൊണ്ട് ഹരിച്ചാലും 90 കിട്ടും. 36 4 കൊണ്ട് ഹരിച്ചാൽ 9 കിട്ടും. 0 ഇടുക, 90. അല്ലെങ്കിൽ പകുതിയുടെ പകുതി എടുത്താൽ മതി. അതാണ് കുറച്ചും കൂടി എളുപ്പം. 29. 29ന്റെ 25% എത്രയായിരിക്കും? 29ന്റെ പകുതി എടുക്കുക. 28 പകുതി 14. 14.5. 14.5 ആണ് ഇതിന്റെ പകുതി. അതിന്റെ പകുതി എടുക്കുക. 7.25. 7.25. അതാണ് 29ന്റെ 25%. ഓക്കെ, ആദ്യം പകുതി എടുത്തു. 14.5. 14.5. 14.5ന്റെ പകുതി എടുത്തു. 14ന്റെ പകുതി 7. 0.5ന്റെ പകുതി 0.25. ഓക്കെ, 0.3യുടെ 25% എത്രയാന്ന് നോക്കാം. 0.3യുടെ 25%. 0.3യുടെ പകുതി. 3യുടെ പകുതി എത്ര? 1.5. 0.3യുടെ പകുതി എത്രയായിരിക്കും? 0.15. 0.15. അതിന്റെ പകുതി എടുക്കുക. അതെത്ര? ഇതിന്റെ പകുതി എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 7.5 ആണ് 15ന്റെ പകുതി. 0.15ന്റെ എന്തായിരിക്കും? 0.075. 0.075 ഇതായിരിക്കും 0.15ന്റെ പകുതി. ഓക്കെ, അപ്പം 0.3യുടെ 25% എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 0.075. ഓക്കെ, ഇനി 100ന്റെ എത്ര ശതമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആ ശതമാനം തന്നെയായിരിക്കും ആ സംഖ്യ. 100ന്റെ 30% എന്ന് പറഞ്ഞാൽ എത്രയാ? ആൻസർ 30 ആയിരിക്കും. കാരണം എന്താ? 100 ഇൻറ്റു 30% എന്ന് പറഞ്ഞാൽ 30/100. അപ്പൊ ഈ 100ഉം കട്ട് ചെയ്തിട്ട് പിന്നെ എന്തായിരിക്കും ആൻസർ? 30 ആയിരിക്കും. ഇനി 100ന്റെ 99% എത്രയായിരിക്കും? 99 ആയിരിക്കും. 100ന്റെ 7.5% എത്രയായിരിക്കും? 7.5% എത്രയായിരിക്കും? 7.5 ആയിരിക്കും. 100ന്റെ 0.05% എത്രയായിരിക്കും? 0.05 ആയിരിക്കും. ആ പെർസെൻറ്റേജ് തന്നെയായിരിക്കും 100ന്റെ എത്രയെന്ന് പറഞ്ഞത്. 200ന്റെ ആണെങ്കിൽ അതിന്റെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പൊ 100ന്റെ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ശരി, ഇനി നേരത്തെ നമ്മള് 25, 1 അതൊക്കെ കണ്ടുപിടിച്ചിരുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു സംഖ്യയുടെ 26%, 30ന്റെ 26% എങ്ങനെ ചെയ്യാൻ പറ്റും? 30ന്റെ 26%. 30ന്റെ 26% കണ്ടുപിടിക്കാനായിട്ട് ആദ്യം ഇതിന്റെ 25% കണ്ടുപിടിക്കുക. 30ന്റെ 25% എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പകുതിയുടെ പകുതി അല്ലെ? പകുതിയുടെ പകുതി. 30ന്റെ പകുതി എത്ര? 15. 15ന്റെ പകുതി എത്ര? 7.5. 7.5. 26 ആവണമെങ്കിൽ 1% കൂടി വേണം.
അപ്പൊ ഈ 7.5ന്റെ കൂടെ 1% കൂടി കൂട്ടിയാൽ മതി. 30ന്റെ 10% 3, 1% 0.3. 7.5 പ്ലസ് 0.3 7.8. 30ന്റെ 26% എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും നമുക്ക്? 7.8. ഓക്കെ. ഇനി 39 ഇൻറ്റു 39% ഓഫ് 40. 39% ഓഫ് 40. 40യുടെ എത്ര ശതമാനം? 39%. എങ്ങനെ കണ്ടുപിടിക്കും? 40ന്റെ 39% എങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും നമുക്ക്? 39% ഓഫ് 40. ഇവിടെ 40% കണ്ടുപിടിച്ചിട്ട് അതിൽ നിന്ന് 1% കുറച്ച് കഴിഞ്ഞാൽ 39% നമുക്ക് കിട്ടും. 40% എത്രയാണ്? 40ന്റെ 40% 10% എത്രയാണ്? 4. 40% എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 16. അതിൽ നിന്ന് 1% കുറയ്ക്കുക. 1% എത്ര? 0.4. സോ 15.6 ആയിരിക്കും 40യുടെ 39%. 40യുടെ 39% എന്ന് പറഞ്ഞാൽ 15.6. എന്താ ചെയ്തേ? 40ന്റെ 40% കണ്ടുപിടിച്ചു. 40ന്റെ 40% എന്ന് പറഞ്ഞാൽ എത്ര? 10% എന്ന് പറഞ്ഞാൽ എത്ര? 4 ആണ്. 10% എന്ന് പറഞ്ഞാൽ ഒരു 0 മാറ്റി, അപ്പോൾ 4 കിട്ടി. 40% എന്ന് പറഞ്ഞാൽ ഇതിന്റെ 4 ഇരട്ടി ആയിരിക്കും. 4 × 4 16. അതിൽ നിന്ന് 1% കുറയ്ക്കുന്നതാണ് എന്തെന്ന് പറയണത്? 39% എന്ന് പറയുന്നത്. അപ്പം 16ൽ നിന്നും 1% കുറയ്ക്കുക. 40ന്റെ 1% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.4. 16ൽ നിന്നും 0.4 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും? 15.6. ഓക്കെ. അടുത്തത് 36.5% ഓഫ് 30. 30ന്റെ 36.5% എങ്ങനെ കണ്ടുപിടിക്കും? 30ന്റെ 36.5%. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പം 10% ഓഫ് 15, 15ന്റെ 10% എന്ന് പറഞ്ഞാലും 15% ഓഫ് 10 എന്ന് പറഞ്ഞാലും രണ്ടും എന്തായിരിക്കും? സെയിം ആയിരിക്കും. എങ്ങനെയാണ്? 10% ഓഫ് 15 എന്ന് പറഞ്ഞാലും 15% ഓഫ് 10 എന്ന് പറഞ്ഞാലും രണ്ടും സെയിം ആയിരിക്കും. ഏതെങ്കിലും ഒരെണ്ണം ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ നമുക്ക് കിട്ടും. അപ്പൊ 10% ഓഫ് 15 എങ്ങനെ എഴുതുക? 10 ഡിവൈഡഡ് ബൈ 100. 10/100 ഇൻറ്റു 15. ഇതാണെങ്കിലോ 15/100 ഇൻറ്റു 10. രണ്ടും ഒന്ന് തന്നെയാണ്. മുകളിൽ ഇവിടെ 10 × 15, ഇവിടെ 15 × 10/100. ഓക്കെ. ഏത് ചെയ്താലും 10% ഓഫ് 15നും 15% ഓഫ് 10നും ഏത് കണ്ടുപിടിച്ചാലും നമുക്ക് കിട്ടാൻ പോകുന്ന ആൻസർ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതുപോലെ തന്നെ 36.5% ഓഫ് 30 എന്ന് പറയുമ്പോൾ എന്ത് ചെയ്താൽ മതി? 30% ഓഫ് 36.5 ചെയ്താൽ മതി. 30% ഓഫ് 36.5. 36.5ന്റെ 10% എത്രയാണ്? 3.65. ഓക്കെ. അതിന്റെ 30% എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? ഇതിന്റെ 3 ഇരട്ടി. എത്രയാ? 5, 15, 3, 18, 1, 19, 3, 10.95. 10.95.
അപ്പോൾ 36.5% ഓഫ് 30 കാണുന്നതിൽ എളുപ്പം എന്തായിരിക്കും? 30% ഓഫ് 36.5 കണ്ടുപിടിക്കുന്നതായിരിക്കും. 3.65 എടുക്കുക, അതിൻ്റെ 3 ടൈംസ് എടുക്കുക, 3 കൊണ്ട് ഗുണിക്കുക അതിനെ. ഓക്കെ. അപ്പം ഇത്രയും കാര്യങ്ങൾ പെർസെൻറ്റേജിനെ കുറിച്ച് നമ്മൾ പറഞ്ഞത് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞ കാര്യങ്ങളാണ്. ഇനി പെർസെൻറ്റേജുമായിട്ട് ബന്ധപ്പെട്ടൊരു 3-4 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാറുണ്ട്. 20% ഓഫ് 50 ഇതെങ്ങനെയാ ചെയ്യുന്നത്? 20% ഓഫ് 50 ഓഫ് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? 20% ഓഫ് 50 എന്നാണെങ്കിൽ ഓഫ് കഴിഞ്ഞിട്ട് ഈ സംഖ്യേനെ, ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? ഇൻറ്റു എന്നാണ്. അപ്പൊ 20% ഇൻറ്റു 50 എന്നാണ് നമ്മൾ എഴുതേണ്ടത്. 20% ഓഫ് 50 എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതണം? 20% ഇൻറ്റു 50, അതായത് 20/100 ആണ് പെർസെൻറ്റേജ്, ഇൻറ്റു 50. 20 × 50/100, 20% ഓഫ് 50 കട്ട് ചെയ്യുക, എത്രയായിരിക്കും? 10 ആയിരിക്കും. നമുക്കറിയാം 10% 5 ആണ്, 20% ഇരട്ടി 10 ആണ്. ഓക്കെ. അപ്പൊ 20% ഓഫ് സംതിങ് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അത് ഇൻറ്റു ആണ് ചെയ്യേണ്ടത്. 15% ഓഫ് 80, 15% ഓഫ് 80 എന്നാണ് ചോദിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യുക? 15% ഇൻറ്റു 100 എന്നാണ് മീൻ ചെയ്യണത്, അല്ല 80 എന്നാണ് മീൻ ചെയ്യണത്. 15% ഇൻറ്റു 80, 15/100 ഇൻറ്റു 80 എന്നാണ് ആൻസർ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ. അപ്പോൾ ഓഫ് പെർസെൻറ്റേജിൻ്റെ പെർസെൻറ്റേജ് ഓഫ് എന്ന് പറയുമ്പോൾ ഇൻറ്റു ആണ് ചെയ്യേണ്ടത്. ഇനി ഇവിടെ തന്നെ 20 ഈസ് ഹൗ മച്ച് പെർസെൻറ്റേജ് ഓഫ് 30. നേരത്തത് 20% ഓഫ് 30 എന്നാണ് ചോദിക്കുക. ഇതങ്ങനെയല്ല ചോദിക്കുക, 20 ഈസ് ഹൗ മച്ച് പെർസെൻറ്റേജ് ഓഫ് 30. അങ്ങനെ വരുമ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഓഫ് കഴിഞ്ഞിട്ട് വരുന്ന സംഖ്യ, ഇതിങ്ങനെ 2 സംഖ്യയായിട്ടായിരിക്കില്ല ചോദിക്കുക. അത് ഇവിടെ ഒരു ഇത് കൂട്ടാനുണ്ടാവും. ടോട്ടൽ ഓഫ് 2016 ആൻഡ് 2018 ഈസ് ഹൗ മച്ച് പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ ഓഫ് 2019 ആൻഡ് 2020. അപ്പൊ 2 കൊല്ലം കൂടി അപ്പുറം ഇപ്പുറം കൂട്ടുക. തന്നെ ഇപ്പോൾ ഓഫ് കഴിഞ്ഞിട്ട് വരുന്ന പാർട്ട് എപ്പോഴും താഴെ ഇടുക. ഇവിടെ ഏതാ വന്നത്? ഓഫ് കഴിഞ്ഞിട്ട് 30 ആണ് വന്നത്. ആ 30 എപ്പോഴും ഡിനോമിനേറ്ററിൽ ഇടുക. എന്തുമായിട്ടാണ് കമ്പയർ ചെയ്യേണ്ടത്? 20യുമായിട്ട്. 20 ഈസ് ഹൗ മച്ച് പെർസെൻറ്റേജ് ഓഫ് 30 എന്ന് ചോദിക്കുമ്പോൾ 20 ഡിവൈഡഡ് ബൈ 30 ഇൻറ്റു 100 എന്നാണ് ചെയ്യേണ്ടത്. 20 ഡിവൈഡഡ് ബൈ 30 ഇൻറ്റു 100. ജനറൽ ആയിട്ട് പറഞ്ഞാൽ എക്സ് ഈസ് ഹൗ മച്ച് പെർസെൻറ്റേജ് ഓഫ് വൈ. എക്സ് ഈസ് ഹൗ മച്ച് പെർസെൻറ്റേജ് ഓഫ് വൈ. വൈയുടെ എത്ര ശതമാനമാണെന്നാണ് ചോദിക്കുക. അപ്പോൾ ഓഫ് കഴിഞ്ഞിട്ട് ഇവിടെ വന്നത് വൈ ആണ്. സോ ഇറ്റ് ഈസ് എക്സ് ബൈ വൈ ഇൻറ്റു 100. എക്സ് ബൈ വൈ ഇൻറ്റു 100. അപ്പൊ ഇങ്ങനെയുള്ള പ്രോബ്ലത്തിൽ എപ്പോഴും ഓഫ് കഴിഞ്ഞിട്ട് വരുന്ന പാർട്ട് ഡിനോമിനേറ്ററിൽ ഇടുക, അതിനു മുമ്പുള്ളത് ന്യൂമറേറ്ററിൽ എഴുതുക. ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ ഇൻറ്റു 100. അതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അതായിരിക്കും ആൻസർ. ഓക്കെ. ഇനി അടുത്തൊരു ടൈപ്പ് ചോദിക്കുക എന്ന് പറഞ്ഞാൽ, 25 ഈസ് ഹൗ മച്ച് പെർസെൻറ്റേജ് മോർ ദാൻ. 25 is how much percentage more than 20.
അപ്പോൾ ഇവിടെ മോർ ദാൻ എന്തിനെ കാട്ടിയും 20യെ കാട്ടിയും 25 20യെ കാട്ടിയും എത്ര പെർസെൻറ്റേജ് കൂടുതലാണ്. ഇവിടെ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത് ദാൻ കഴിഞ്ഞിട്ട് വരുന്ന പാർട്ട്, ദാൻ കഴിഞ്ഞിട്ട് വരുന്ന സംഖ്യ അത് ഡിനോമിനേറ്ററിൽ ഇടുക. അതുമായിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത്. 20യെ പിടിച്ച് അവിടെ ഇടുക, താഴെ ഇടുക. സോ 25 ഈസ് ഹൗ മച്ച് പെർസെൻറ്റേജ് മോർ ദാൻ 20. സോ ഇറ്റ് വിൽ ബി 20 വിൽ ബി there. 20 എവിടെ ആയിരിക്കും? ഡിനോമിനേറ്ററിൽ ആയിരിക്കും. ഇനി മോർ ദാൻ 25 മോർ ദാൻ എന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? 25ഉം 20യും തമ്മിലുള്ള വ്യത്യാസം ന്യൂമറേറ്ററിൽ എഴുതുക. 25 മൈനസ് 20 ഡിവൈഡഡ് ബൈ 20 ഇൻറ്റു 100. ഇതായിരിക്കും ആൻസർ. ഇത് എത്രയാണ്? 25 മൈനസ് 20 5 by 20 ഇൻറ്റു 100 എത്രയാണ്? 5 by 20 എത്ര പെർസെൻറ്റേജ് ആണ്? 25% ആണ്. ചെയ്ത് നോക്കാതെ നമുക്ക് കിട്ടും. ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ 20ന്റെ 4 ഭാഗം, അപ്പൊ 25%. ഓക്കെ. അപ്പോൾ ഹൗ മച്ച് പെർസെൻറ്റേജ് മോർ ദാൻ എക്സ് ഈസ് ഹൗ മച്ച് പെർസെൻറ്റേജ് മോർ ദാൻ വൈ ആണ് ജനറൽ ആയിട്ട് ചോദിക്കുക. എക്സ് ഈസ് ഹൗ മച്ച് പെർസെൻറ്റേജ് മോർ ദാൻ വൈ. എത്രയാണ്? എക്സ് ഈസ് ഹൗ മച്ച് പെർസെൻറ്റേജ് മോർ ദാൻ വൈ. ദാൻ കഴിഞ്ഞിട്ട് ആരാ വരുന്നത്? വൈ ആണ്. വൈ എവിടെ ഇടുക? ഡിനോമിനേറ്ററിൽ ഇടുക. എക്സ് എത്ര കൂടുതലാണോ വൈയെ കാട്ടി. അപ്പോൾ എക്സ് മൈനസ് വൈ ഡിവൈഡഡ് ബൈ വൈ ഇൻറ്റു 100. ഓക്കെ. എക്സ് മൈനസ് വൈ ഡിവൈഡഡ് ബൈ വൈ ഇൻറ്റു 100. ഇത് തന്നെ വൈ ഈസ് ഹൗ മച്ച് പെർസെൻറ്റേജ് മോർ ദാൻ എക്സ് എന്നാണെങ്കിൽ എക്സ് വിൽ ബി ദർ ഇൻ ദ ഡിനോമിനേറ്റർ. വൈ മോർ ആണ്. അപ്പോൾ വൈ മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ഇൻറ്റു 100. ഓക്കെ. വൈ മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ ഏതാണ് കൂടുതൽ അതിൽ നിന്ന് കുറയ്ക്കുക. പോസിറ്റീവ് ഡിഫറൻസ് എടുക്കുക. താഴെ ദാൻ കഴിഞ്ഞിട്ട് വരുന്ന ഏതുമായിട്ടാണ് കമ്പയർ ചെയ്യേണ്ടത്? ആ വാല്യൂ ആണ് എന്ത് കഴിഞ്ഞിട്ട് വരുന്നത്? ദാൻ കഴിഞ്ഞിട്ട് വരുന്നത്. അത് ഡിനോമിനേറ്ററിൽ ഇടുക. ഓക്കെ. ഇവിടെ മോർ ദാൻ ആണ് എടുത്ത്. ഇതുപോലെ തന്നെ ലെസ് ദാൻ ചോദിക്കും. $20 is how much percentage less than 30. 20 is how much percentage less than 30. ഇവിടെ നേരത്തെ എടുത്തതുപോലെ തന്നെ ദാൻ കഴിഞ്ഞിട്ട് വരുന്ന 30 എവിടെ ഇടുക? ഡിനോമിനേറ്ററിൽ ഇടുക. ഇനി 20 ഈസ് ലെസ് ആണ്, അതുകൊണ്ട് 30യിൽ നിന്നുള്ള ഡിഫറൻസ് എടുക്കുക. 30 മൈനസ് 20 എത്രയാ? 10. 10 ഡിവൈഡഡ് ബൈ 30 ഇൻറ്റു 100. 33.33% ആൻസർ കിട്ടും. 1/3. 100നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 33.33. ഓക്കെ. 20 ഈസ് ഹൗ മച്ച് പെർസെൻറ്റേജ് ലെസ് ദാൻ 30. അപ്പോൾ ഇത് എക്സ് ഈസ് ഹൗ മച്ച് പെർസെൻറ്റേജ് ലെസ് ദാൻ വൈ. എക്സ് ഈസ് ഹൗ മച്ച് പെർസെൻറ്റേജ് ലെസ് ദാൻ വൈ. ദാൻ കഴിഞ്ഞിട്ട് വൈ ആണ് വരുന്നത്. എക്സ് ലെസ് ദാൻ ആണ്. അപ്പോൾ വൈ മൈനസ് എക്സ്. വൈ മൈനസ് എക്സ് ഇൻറ്റു 100. എക്സ് ഈസ് ഹൗ മച്ച് പെർസെൻറ്റേജ് ലെസ് ദാൻ വൈ എന്ന് പറയുമ്പോൾ വൈ മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ വൈ ഇൻറ്റു 100. അതായിരിക്കും ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ. അപ്പോൾ ഇതെല്ലാം ഓർത്തിരിക്കുക പ്രോബ്ലം ചെയ്യാൻ നേരത്ത്. ഇനി വേറെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ചില റേഷ്യോ ആയിട്ടൊക്കെ കമ്പയർ ചെയ്യേണ്ടി വരുമ്പോൾ അല്ലെങ്കിൽ ചില പ്രോബ്ലത്തിലൊക്കെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യം ബൈ ഹാർട്ട് ചെയ്യുന്നത് നന്നായിരിക്കും. അധികം ഇല്ല. 1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് അറിയാം 1/2 എന്ന് പറഞ്ഞാൽ 0.5 ആണ് അല്ലേ? 0.5 എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? 50/100 എന്നാണ് അല്ലെ? 50നെ 100 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടും? 0.5. 50/100 എന്ന് പറഞ്ഞാൽ എത്രയാ?
50% എന്നാണ്. സോ 1/2 അതിനെ ഫ്രാക്ഷൻ ആക്കി കഴിഞ്ഞാൽ ഡെസിമൽ ആക്കി കഴിഞ്ഞാൽ 0.5. 1/2 ഫ്രാക്ഷനെ ഡെസിമൽ ആക്കി കഴിഞ്ഞാൽ 0.5 എന്ന് കിട്ടും. എത്ര പെർസെൻറ്റേജ് ആണ്? സോ whenever you are seeing 1/2 you can directly write as 50%. 1/2 കാണുമ്പോൾ നമുക്ക് അതിനെ എന്തെന്ന് എഴുതാം? ഒരു സംഖ്യയുടെ 1/2 എന്ന് കണ്ടു കഴിഞ്ഞാൽ എത്ര ശതമാനം എന്ന് അസ്യൂം ചെയ്യാം? 50% ആയിരിക്കും. ഓക്കെ, ഇനി 1/2 അറിയാമെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? 7/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ശതമാനമായിരിക്കും? 7/2 എന്ന് പറഞ്ഞാൽ എത്രയാ? 7 × 1/2 ആയിരിക്കും. അപ്പൊ 50%ന്റെ 7 മടങ്ങ് 350% ആയിരിക്കും. അൻപത് ശതമാനത്തിന്റെ 7 മടങ്ങ്. അപ്പൊ 7/2 എന്ന് പറഞ്ഞാൽ എത്ര പെർസെൻറ്റേജ് ഇക്വലായിരിക്കും? 350% ഇക്വലന്റ് ആയിരിക്കും. ഓക്കെ, അതുകൊണ്ട് ഇത് ബൈ ഹാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രോബ്ലംസ് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാനായിട്ട് സാധിക്കും. 1/2 = 0.5, that is equal to 50%. അതുപോലെ 1/3 is equal to 0.33, 33.33%. 1/4 is equal to 0.25, 25%. 1/5 is equal to 0.2, 20%. 1/6 is equal to 0.1666, 16.6%. ഇതേപോലെ 1/9 വരെ എന്ത് ചെയ്യുക? ബൈ ഹാർട്ട് ചെയ്യുക. 1/2, 1/3, 1/4, 1/5, 1/6, 1/7, 0.144. കാൽക്കുലേറ്റർ അടിച്ചു നോക്കിയാൽ മതി. 0.144, 14.4%. 1/8, 0.125, 12.5%. 1/9, 0.111, 11.1%. ഇനി if you know 1/3, you can easily calculate 8/3, because 1/3 into 8/3 ആയിരിക്കും. അപ്പോൾ 33.33% into എന്ത് ചെയ്താൽ മതി? 8 ചെയ്ത് കഴിഞ്ഞാൽ 8/3 കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ പെർസെൻറ്റേജ്, ഫ്രാക്ഷൻ, പെർസെൻറ്റേജ് കൺവേർഷൻ എല്ലാവരും ബൈ ഹാർട്ട് ചെയ്യുക. ബൈ ഹാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചില പ്രോബ്ലംസ് വളരെ പെട്ടെന്ന് പെർസെൻറ്റേജിലേക്ക് മാറ്റാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ പെർസെൻറ്റേജ് കാൽക്കുലേഷനിൽ എല്ലാവരും ശ്രദ്ധിക്കുക. പ്രോബ്ലം ചെയ്യുമ്പോൾ ഈ മെത്തേഡിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി സ്പീഡിൽ ചെയ്യാനായിട്ട് സാധിക്കും. പെർസെൻറ്റേജ് എല്ലാം തന്നെ നമുക്ക് മൈൻഡ് കാൽക്കുലേഷനിൽ ചെയ്യാൻ പറ്റും. ഇൻറ്റു ഇട്ട് ചെയ്ത് കഴിയുമ്പോൾ ഒത്തിരി സമയം എടുക്കും. അപ്പം ഇത് 50% പകുതി എടുക്കുക, 25% പകുതിയുടെ പകുതി എടുക്കുക, 10% ഒരു ഡെസിമൽ പ്ലേസ് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുക, 5% 10%ന്റെ പകുതി, 1% 10% ഒരു ഡെസിമൽ പ്ലേസ്, 1% 2 ഡെസിമൽ പ്ലേസ് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുക. 1% അറിയാമെങ്കിൽ 2% കണ്ടുപിടിക്കാം, 3% കണ്ടുപിടിക്കാം. ഓക്കെ, 9% എന്ന് പറഞ്ഞാൽ 10%ൽ നിന്ന് 1% കുറച്ചാൽ കിട്ടുന്നതാണ്. അപ്പോൾ 19% കണ്ടുപിടിക്കാൻ 20ൽ നിന്ന് 1% കുറയ്ക്കുക. ഇനി 19% ഓഫ് 80 ആണെങ്കിൽ ഇറ്റ് ഈസ് ഈസി ടു ഫൈൻഡ് ഔട്ട് 80% ഓഫ് 90. 90ന്റെ 80% കണ്ടുപിടിക്കുന്നതാണ് എളുപ്പം. ഓക്കെ, അല്ലെങ്കിൽ 80യുടെ 20%ൽ നിന്ന് 1% കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും ആൻസർ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ പേന ഉപയോഗിക്കാതെ പരമാവധി കാൽക്കുലേഷൻസ് പെർസെൻറ്റേജിൽ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. പ്രത്യേകിച്ച് ബാങ്കിൻ്റെ DI പ്രോബ്ലം ഒക്കെ സോൾവ് ചെയ്യാനായിട്ട് പേന ഉപയോഗിക്കാതെ പെർസെൻറ്റേജ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.